സുപ്രീം കോടതിയിൽ ധാരാളം ഹർജികൾ ഫയൽ ചെയ്യപ്പെടാറുണ്ട്. ചില ഹർജികളിൽ കോടതി തീർപ്പ് കൽപ്പിക്കും, ചിലപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കക്ഷികൾക്കോ നോട്ടീസ് അയക്കും, അവരുടെ വിശദീകരണം കേൾക്കും. ഇതൊക്കെ പതിവാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഒരു ഹർജി പരിഗണിച്ച ശേഷം സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയച്ചു. എന്താ ആ ഹർജിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗികമായി പീഡിപ്പിക്കുന്ന ആളുകളെ കെമിക്കൽ കാസ്ട്രേഷൻ നടത്തണം, അതായത് രാസമരുന്നുകൾ നൽകി ഇവരുടെ ലൈംഗിക ശേഷി ഇല്ലാതാക്കണം എന്നാണ് ഹർജിയുടെ പ്രധാനപ്പെട്ട ആവശ്യം. സ്ത്രീകളും കുട്ടികൾ മാത്രമല്ല, ട്രാൻസ്ജെൻഡറുകളെയും ഇവരെയും ഉപദ്രവിക്കുന്നവരെ, ലൈംഗികമായി പീഡിപ്പിക്കുന്ന ആളുകളെ കെമിക്കൽ കാസ്ട്രേഷൻ നടത്തി അല്ലെങ്കിൽ രാസമരുന്നുകൾ നൽകി ലൈംഗിക ശേഷി ഇല്ലാതാക്കുക എന്ന ഹർജിയിലാണ് സുപ്രീം കോടതി നിർണായകമായ നോട്ടീസ് അയക്കൽ നടത്തിയിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഈ ഹർജി നൽകിയതാകട്ടെ സുപ്രീം കോടതിയിലെ അഭിഭാഷകർ, വനിതാ അഭിഭാഷകരുടെ സംഘടന അസോസിയേഷനാണ് ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഇത് പ്രാധാന്യത്തോടുകൂടി കാണുകയും സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കുകയും ചെയ്തു. ഹർജിക്കാർ ആവശ്യപ്പെടുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, സ്ത്രീ സുരക്ഷയ്ക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണം കോടതി. സ്ത്രീ സുരക്ഷയ്ക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണം. കുറ്റവാളികളെ കെമിക്കൽ കാസ്ട്രേഷൻ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈംഗിക ശേഷി ഇല്ലാതാക്കണം. അതുപോലെ തന്നെ ശിക്ഷ ലഭിക്കുന്ന ആളുകളുണ്ടല്ലോ, ജീവപര്യന്തം ശിക്ഷ ലഭിക്കുന്ന തടവ് പുള്ളികളെ വന്ധ്യംകരിക്കണം എന്നാണ് മറ്റൊരാവശ്യം. ഇതെല്ലാം കൂടിയ ആവശ്യങ്ങളാണ്. എന്നാൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് ഇത് അത്യന്താപേക്ഷിതമാണെന്ന് വനിതാ അഭിഭാഷകർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അതിവേഗ കോടതികൾ സ്ഥാപിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും എതിരെ നടക്കുന്ന ലൈംഗിക അതിക്രമ കേസുകളിൽ 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കി കുറ്റവാളിയെ ശിക്ഷിക്കണമെന്ന ഒരു ആവശ്യം കൂടി എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൗജന്യ ഓൺലൈൻ പോർണോഗ്രാഫി സൈറ്റുകൾ ഇന്ത്യയിൽ നിരോധിക്കണം. അത് വളരെ നല്ലൊരു ആശയമാണ്. നമുക്കറിയാം, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യമാണ്, അല്ലെങ്കിൽ അത്രയും കുപ്രസിദ്ധമാണ് കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിക്കുക, എന്നിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് പ്രചരിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓൺലൈൻ പോർണോഗ്രാഫി പൂർണ്ണമായി നിരോധിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നത്. പിന്നെ വിചാരണ തുടങ്ങും വരെ ഇത്തരം കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്യപ്പെടുന്ന പ്രതികൾക്ക് വിചാരണ തുടങ്ങുന്നതുവരെ ജാമ്യം അനുവദിക്കരുതെന്നും ഹർജിക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഹർജി ബലമുള്ള ഹർജിയാണ്. രാജ്യത്ത് നമുക്കറിയാം, RG-കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ ആക്രമിക്കപ്പെട്ട് ലൈംഗികമായി ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം, അതുപോലെ എത്ര കേസുകളാണ് ഉണ്ടാവുക. കേരളത്തിൽ തന്നെ നോക്കുക, എത്ര കേസുകളാണ്, സ്ത്രീപീഡന കേസുകൾ, കുട്ടികളെ പീഡിപ്പിക്കുന്ന കേസുകളൊക്കെ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഒരുപക്ഷേ എങ്കിൽ ഈ ഹർജി ആ ഒരു പശ്ചാത്തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഹർജി ഏറ്റവും ബലമുള്ള ഹർജിയാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും അഭിപ്രായം അറിയാൻ വേണ്ടി നോട്ടീസ് അയച്ചത്. അതേസമയം തന്നെ സുപ്രീം കോടതി ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുകയും ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമെതിരെ അതിക്രമങ്ങൾ തടയുന്നതിന് നിയമങ്ങളില്ലാത്തത് കൊണ്ടല്ല, കർശനമായ നിയമങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യ നടപ്പിലാക്കിയാൽ മാത്രം മതി. അത് നടപ്പിലാക്കുന്നതിലെ കാലതാമസം, പിന്നെ ഇത് ഏത് തരത്തിൽ നടപ്പിലാക്കുന്നു, അവിടെയൊക്കെയാണ് വീഴ്ച വരുന്നത്. കാരണം നിയമം നടപ്പിലാക്കേണ്ട ആളുകൾ ഇത് ഉദാസീനമായി പെരുമാറുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ഈ ഹർജിയിൽ സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കൂടി ക്രോഡീകരിച്ച ശേഷമാകും സുപ്രീം കോടതി വിധി പറയുക, എന്തെങ്കിലും ഒരു തുടർ നടപടി ഉണ്ടാവുക. ഏതായാലും കെമിക്കൽ കാസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ അതുപോലെ തന്നെ വന്ധ്യംകരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു സ്റ്റേറ്റ് ഇടപെടുന്ന രീതിയാണ്. അത് ഒരുപക്ഷേ എങ്കിൽ അത് സുപ്രീം കോടതി അംഗീകരിക്കുമോ എന്നറിയില്ല. മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ വിചാരണ തുടങ്ങുന്നതുവരെ ജാമ്യം നൽകാതിരിക്കുക, 6 മാസം കൊണ്ട് കേസുകൾ വിചാരണ ചെയ്ത് പ്രതികൾക്ക് ശിക്ഷ നൽകുക, ഈ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ തന്നെയും മറ്റ് 2 ആശയങ്ങൾ അത് പരിഗണിക്കപ്പെടുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.